എല്ലാവരും സദ്യയും കഴിച്ചിട്ട് ഏമ്പക്കം വിട്ട് ഇരിക്കേക്കില്ലേ. പക്ഷെ ഞങ്ങളെ വീട്ടിലേക്ക് ഇന്ന് വിഷു ഇല്ലാത്തതുകൊണ്ട് സദ്യ ഉണ്ടാക്കിയില്ല, ഏമ്പക്കം വിടാൻ വേണ്ടി പറ്റിയില്ല. എന്നാൽ കൂടിയിട്ട് അടുത്ത വീട്ടിലുള്ള ആൾക്കാർ ഈ നോമ്പിനും പെരുന്നാളൊക്കെ വരുന്ന സമയത്ത് നമ്മളെ വീട്ടിലേക്ക് പായസം അതേപോലെ ബിരിയാണിയൊക്കെ കൊണ്ടു തരലുണ്ട്. അപ്പോൾ ഓർക്ക് എന്തെങ്കിലും ഉണ്ടാക്കി കൊടുത്തില്ലെങ്കിൽ മോശമല്ലേന്ന് വിചാരിച്ചിട്ട് ഞാൻ എന്തായാലും ചെറിയതായിട്ടൊന്ന് പായസം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടോ. ഈ വലിയ വട്ടച്ചമ്പൊക്കെ വെച്ചിട്ട് ഈ മോഡുലാർ കിച്ചണിൽ ഭക്ഷണം ഉണ്ടാക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായതുകൊണ്ട് നമ്മളെ അടുപ്പും കാര്യങ്ങളൊക്കെ കൂടി എടുത്തിട്ട് പോർച്ചിലേക്കാട്ടോ വന്നിട്ടുള്ളത്. ഒരു 5 ലിറ്റർ മിൽമേൻ്റെ പാലും വെച്ചിട്ടുള്ള ഒരു പാൽപ്പായസമല്ല, സേമിയ പായസം. സോറി ഈ പറഞ്ഞു വന്നപ്പോൾ എന്തൊക്കെയോ ആയിട്ട് പറഞ്ഞു പോയി കേട്ടോ. സേമിയ പായസത്തിന്റെ റെസിപ്പി ഞാനായിട്ട് ഇനി പ്രത്യേകിച്ച് പറഞ്ഞു തന്നിട്ടുണ്ടെങ്കിൽ മിക്കവാറും നിങ്ങൾ എല്ലാവരും ഇന്നെ മട്ടലെടുത്ത് ഓടിക്കുന്നുള്ളത് ഉറപ്പുള്ള കാര്യമായിട്ടോ. അതുകൊണ്ട് റെസിപ്പി ഒന്നും ഞാൻ പറയല്ല. പക്ഷേങ്കിൽ ഇതിൽ ചെറുതായിട്ട് എൻ്റെതായിട്ടുള്ള ഒരു പൊടിക്കൈ ഞാൻ ചേർത്തിട്ടുണ്ട്. അത് ആർക്കെങ്കിലും മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാൻ വേണ്ടി മറക്കരുത്. അപ്പം നമ്മളെ പോലെ ഇപ്രാവശ്യം വിഷു ഒന്നുമില്ലാതെ മേലോട്ട് അട്ടം നോക്കി നിൽക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാൻ വേണ്ടി മറക്കരുത്. വീട്ടിലയച്ചാൽ പിള്ളേർ ഫുള്ളായിട്ടുണ്ട്, പടക്കവും പൊട്ടിക്കാൻ വേണ്ടി പറ്റുന്നില്ല, കണിയും കാണാൻ വേണ്ടി പറ്റാത്ത ഒരു അവസ്ഥ. അത് വല്ലാത്തൊരു അവസ്ഥ തന്നെയാണ് കേട്ടോ. പക്ഷേ എങ്കിലും മുടങ്ങാതെ നമ്മൾ ചെയ്യുന്ന ഒരു കാര്യമുണ്ട്, അത് കൈനീട്ടാണ് കേട്ടോ. അത് വിഷു ഉണ്ടെങ്കിലും ശരി ഇല്ലെങ്കിലും ശരി കൈനീട്ടം മസ്റ്റായിട്ട് ഞങ്ങൾ വാങ്ങുകയും ചെയ്യും, ഞങ്ങൾ കൊടുക്കുകയും ചെയ്യും. അപ്പം ഇപ്രാവശ്യം എത്ര ഉറുപ്പ്യ നിങ്ങൾക്ക് കൈനീട്ടം കിട്ടിയെന്ന് വെച്ചാൽ ഒന്ന് കമൻറ്റ് ചെയ്യാൻ വേണ്ടി മറക്കരുത്. എന്തിനൊക്കെ കമൻറ്റ് ചെയ്യാനാണ് ഞാൻ പറഞ്ഞത്, അതെല്ലാം ഓർത്തിട്ട് ഓരോന്നും വിട്ടു പോകാതെ തന്നെ കമൻറ്റ് ചെയ്യാൻ വേണ്ടി മറക്കരുത് കേട്ടോ. അപ്പോൾ സിമ്പിളായിട്ടുള്ള ഒരു പായസം റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. സാധാരണ നമ്മൾ വിഷു ആയാലും ഓണായാലും 2 തരം പായസമോ കാര്യങ്ങളൊക്കെ ഉണ്ടാക്കലുണ്ട്. പക്ഷേ ഇപ്രാവശ്യം പാൽപ്പായസം മാത്രമായിട്ട് ഉണ്ടാക്കിയത്. ഒന്നാമത് എനിക്കറിയില്ല, ഇന്നല്ല കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് തീരേ ഇല്ല കേട്ടോ. എന്ത് പണി എടുക്കുകയാണെങ്കിൽ ഇഷ്ടത്തോടു കൂടി ചെയ്തുകൊണ്ടുണ്ടായിരുന്ന ഞാൻ ഇപ്പം എന്താ പറയുക ഒരാഴ്ചയായിട്ട് കഷ്ടപ്പെട്ടിട്ടാണ് ഓരോ പണിയും ചെയ്യുന്നത് കേട്ടോ. ഭയങ്കരമായിട്ട് മൂഡ് ഓഫും കാര്യങ്ങളാണ്. എന്തായാലും നാളെ മുതൽ പ്രോപ്പറായിട്ടുള്ള വീഡിയോസ് കാര്യങ്ങൾ അപ്ഡേറ്റ് ചെയ്യും. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി വിഷു.